വീടെന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഡിസൈനിങ് സ്റ്റേജിൽ നമ്മളൊരു ആർക്കിടെക്റ്റിനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ത്രൂ പ്ലാനറ്റ് ആർക്കിടെക്ചേഴ്സിലെ മിസ്റ്റർ അനൂപ് സാറിനെ കോൺടാക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ മുഴുവൻ സജഷൻസും ഉൾക്കൊള്ളുകയും വളരെ ഫ്രീ ആയി ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അനൂപ് സാർ. ഞങ്ങളുടേതായ കുറേ സജഷൻസ് സാറിന് നമ്മൾ കൊടുക്കുന്നു, അതിനനുസരിച്ച് പ്ലാൻസ് നമുക്ക് തരുന്നു. അങ്ങനെ നിറയെ പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസൈനിങ് സ്റ്റേജിൽ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവസാനം ഞങ്ങൾ ഫൈനൽ കൺക്ലൂഷനിൽ എത്തപ്പെട്ട പ്ലാനാണ് ഇപ്പോൾ ഈ കാണുന്ന ഞങ്ങളുടെ സ്വപ്ന ഭവനം. ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് കാണുമ്പോഴാണ് നമുക്ക് വളരെയധികം സന്തോഷം വരുന്നത്. കാര്യം ക്ലൈൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണിക്കുന്ന 3D വ്യൂ, അതിനെ എക്സാക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് ആ സ്ഥലത്ത് പ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് റിയലൈസ് ചെയ്തിങ്ങനെ വന്ന് മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. വുഡ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾ ഇതിനകത്ത് UPVC വിൻഡോസാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് തുടക്കത്തിൽ എബിൻ എന്നോട് പറഞ്ഞായിരുന്നു, അത് UPVC വിൻഡോ മതി, നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സ്പേസ്, കുറച്ച് നല്ല വൈഡ് ഓപ്പണിംഗ് ആയിട്ട് കിട്ടണം, ക്ലിയർ ഗ്ലാസ്, അതിനകത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂ വളരെ മനോഹരമായിരിക്കും, അപ്പോൾ അത് തീർച്ചയായിട്ടും വേണം, വുഡ് വെച്ച് നമുക്കത് കളയണ്ട എന്ന് എന്നോട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മെയിൻ റിക്വയർമെൻറ്റ്സ്, ഞങ്ങൾ വെക്കേഷന് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വെക്കേഷൻ ഹോം എന്നുള്ളതായിരുന്നു മെയിൻ കൺസെപ്റ്റായിട്ടുണ്ടായിരുന്നത്. ഒരു തീം ബേസിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഫ്ലോറൽ തീം. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളുടെ വീടിൻ്റെ പേരിൽ തന്നെ ഡാഫോഡിൽസ് എന്നാണ് വീടിൻ്റെ പേര്. അവിടെ നിന്ന് തന്നെ എവിടെയൊക്കെ നമുക്ക് ആ തീംസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിലേക്ക് ഞങ്ങൾ ഇൻറ്റീരിയർ സെക്ഷനിലും ആയിക്കോട്ടെ ടൈൽ സെലക്ഷനിലും ഒക്കെ ഒരു ഫ്ലോറൽ പാറ്റേൺസ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം അനൂപ് സാറിൻ്റെ ഡിസൈനും ഞങ്ങൾക്ക് സാറുമായിട്ടുള്ള മീറ്റിങ്സും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. കളർ പാലറ്റ്സിൽ മാക്സിമം പേസ്റ്റൽ പാറ്റേൺസ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട കളേഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏരിയാസിലും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വളരെയധികം ഞങ്ങൾ ഫുൾഫില്ലാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതിൻ്റെ ഈ കളറിങ് കോമ്പിനേഷൻ ഉണ്ട്. അതൊരു വളരെ നല്ല രസമാണ് അത് കാണാൻ. ആ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അതിനകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെ ഹാപ്പി ആയിട്ടുള്ളത്, നല്ലൊരു ഹാപ്പി പ്രൊജക്റ്റായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളൊരു കൊച്ചു ഫാമിലിക്ക് വേണ്ടിയുള്ള എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം ഞങ്ങൾ ആദ്യം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുൻനിർത്തി തന്നെയാണ് സാറ് ഡിസൈനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾക്കെല്ലാം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈഫുമായിട്ട് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത്
ആളുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ കളർ പാലറ്റ്സ് ആയിക്കോട്ടെ, ഫർണിച്ചേഴ്സ് എല്ലാം എല്ലാ കാര്യങ്ങളിലും പുള്ളിക്കാരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെയധികം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ക്ലയൻസ് ഇതിനകത്ത് നന്നായിട്ട് ഇൻവോൾവ് ആയില്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രൊഡക്റ്റ് വെക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എല്ലാം അവർ ചെയ്തോളും, ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊരു ഇൻവോൾവ് ഭയങ്കരമായിട്ടുള്ളതാണ്. നമ്മളെ വേറെ ഒന്നും ചെയ്യണ്ട, ഇപ്പോൾ അതവിടെ നടന്നോ അല്ല അനുഭവം ഇതിങ്ങനെ ചെയ്യണം, ഇതൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. വാൾ പേപ്പർ ആയിക്കോട്ടെ, ഈ പറഞ്ഞ നമ്മളുടെ ഈവൻ ഈ വാൾ ഹാങ്ങിങ് ഉള്ള ഒരു സംഭവം പോലും നമ്മുടെ പാലറ്റിന് മാച്ചിങ് ആയിട്ട് സാധനം വേണമെന്നൊക്കെ ആഗ്രഹിച്ച് അത്രത്തോളം ഇൻവോൾവ്മെന്റോടുകൂടി അതിൽ കുറെ എല്ലാ ടീംസിന്റെയും സപ്പോർട്ട് വളരെ ഉണ്ട്. എല്ലാ രീതിയിലും ഡിസൈനിങ് ആയിക്കോട്ടെ, എക്സിക്യൂഷൻ ടീം ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ. ആഫ്റ്റർ ഓൾ ഇത് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറേ സ്പേസസ്, ആംബിയൻ സ്പേസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ മാജിക്കൽ സ്പേസസ്. ഫാമിലിയായിട്ടും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നൈറ്റിലായിക്കോട്ടെ, നൈറ്റ് ടൈമിലും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ധാരാളം സ്പേസസ് ഈ ഒരു ചെറിയൊരു സ്പേസിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു സ്ഥലത്ത് നമ്മുടേതായിട്ടുള്ള ബ്രാൻഡിൽ നമ്മുടേതായിട്ടുള്ള ഒരു മുദ്രയിൽ ഒരു വീട് വരിക, അത് ക്ലയൻറ്റിന് സന്തോഷമാകുക, അവരത് 10 പേരൊക്കെ പറയുക, ഈ പറയുന്ന ആൾക്കാരുകളുടെ റെഫറൻസ് വഴി എനിക്കൊരു പ്രൊജക്റ്റ് കിട്ടുക, അതൊരു വളരെ സന്തോഷമാണ്. ഈ കേസിലും ഈ വീട്ടിലും ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആയാലും ഇതിൻ്റെ ഒരു എലിവേഷൻ സ്റ്റൈലിലായാലും ഇത് ആ പ്ലോട്ടിൽ നിൽക്കുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ വളരെയധികം ഞാൻ സന്തോഷമാണ്. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ 100 ഇരട്ടി നമുക്ക് ആ റിസൾട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വർക്കിൽ ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്ലാനറ്റ് ആക്ടേഴ്സിലെ ഫുൾ ടീമിനും അനൂപ് സാറിനും തീർത്താ തീരാതെ നന്ദിയുണ്ട്. വി ആർ വെരി ഹാപ്പി ടു ക്രിയേറ്റ് ദിസ് മാജിക്കൽ സ്പേസ്.